ഹായ് ഓൾ വെൽക്കം ബാക്ക്. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഒരു പുതിയ ചാപ്റ്ററാണ്. ക്ലാസ് 11 ചാപ്റ്റർ 8 ബൈനോമിയൽ തിയറം. ഈസി ആയിട്ടുള്ളൊരു ചാപ്റ്ററാണ്. ഇതിൽ നിന്ന് നിങ്ങൾക്ക് 4 to 6 മാർക്കിനാണ് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഈസിയാണ്. അപ്പോൾ നിങ്ങൾ കുറച്ചൊന്ന് ശ്രദ്ധിച്ച് ചെയ്താൽ മതി. കോൺസെപ്റ്റ് മനസ്സിലാക്കുക, പിന്നെ ശ്രദ്ധിച്ച് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും സ്കോർ ചെയ്യാൻ പറ്റും. ഓക്കെ, ഫസ്റ്റ് നമുക്ക് ബൈനോമിയൽ എന്താണെന്ന് നോക്കാം. ബൈനോമിയൽ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം 2 ടേംസ് എന്നാണ്. ഓക്കെ, ബൈ എന്ന് പറഞ്ഞാൽ 2, നോമിയൽ എന്ന് പറഞ്ഞാൽ ടേംസ്. അപ്പോൾ ബൈനോമിയൽ എന്ന് പറഞ്ഞാൽ 2 ടേംസ്, അല്ലെങ്കിൽ 2 പാർട്സ് എന്നും പറയും. ഓക്കെ, അല്ലെങ്കിൽ 2 പാർട്സ് എന്നും പറയും. ഓക്കെ, ഇപ്പോൾ എക്സാമ്പിൾ പറയാൻ വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കൂടുതൽ മനസ്സിലാവും. ഓക്കെ, ഇപ്പോൾ എക്സാമ്പിൾ എക്സ് പ്ലസ് വൈ. ഓക്കെ, ഇതൊരു ടേമാണ്, ഇതൊരു ടേമാണ്, വിച്ച് ഇസ് സെപ്പറേറ്റഡ് ബൈ ദിസ് സിമ്പിൾ. സോ ദിസ് ഇസ് ആൻ എക്സാമ്പിൾ ഓഫ് ബൈനോമിയൽ. ഇനി വേറൊരു എക്സാമ്പിളോ എക്സ് മൈനസ് വൈ. ഇങ്ങനെ നിങ്ങൾക്ക് ഇഷ്ടം പോലെ എക്സാമ്പിൾ എഴുതാം. ഓക്കെ, സോ ബൈനോമിയൽ ഇസ് 2 ടേംസ് സെപ്പറേറ്റഡ് ബൈ പ്ലസ് ഓർ മൈനസ് സിമ്പിൾ. ഓക്കെ, ഇനി വേറൊരു എക്സാമ്പിൾ പറയാൻ വെച്ചിട്ടുണ്ടെങ്കിൽ എക്സ് ക്യൂബ് പ്ലസ് 1/x². ഓക്കെ, ഇങ്ങനെയൊക്കെ നമുക്ക് എഴുതാം. 2 ടേം ഉണ്ടാവണം, വിച്ച് ഇസ് സെപ്പറേറ്റഡ് ബൈ പ്ലസ് ഓർ മൈനസ് സിമ്പിൾ, ദറ്റ് ഇസ് ബൈനോമിയൽ. ഓക്കെ, അപ്പോൾ ഈ ഐഡൻറ്റിറ്റീസൊക്കെ നിങ്ങൾ പഠിച്ചതാണ്, എന്നാലും നമുക്കൊന്നും കൂടി അതൊന്ന് റിവൈസ് ചെയ്യാം. അപ്പോൾ എ പ്ലസ് ബി ഹോൾ റേസ് ടു 0 എന്തായിരിക്കും? അപ്പോൾ നിങ്ങൾ നോക്കിയേ, എത്ര വലിയ നമ്പർ വേണമെങ്കിലും എടുത്തോളൂ. ഞാനിപ്പോൾ 99 എടുത്തു. 99 റേസ് ടു 0 എന്തായിരിക്കും? ദറ്റ് ഈസ് ഈക്വൽ ടു 1 അല്ലേ? എത്ര വലിയ നമ്പർ എടുത്താലും അതിൻ്റെ പവറിൽ ഇപ്പോൾ 0 ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ വാല്യൂ എപ്പോഴും 1 ആയിരിക്കും. അത് തന്നെയാണ് ബൈനോമിയലിൻ്റെ കേസിലും. ഇപ്പോൾ ഈ 99 നമുക്ക് 100 മൈനസ് 1 എഴുതിക്കൂടെ? അപ്പോൾ നോക്കിയേ, ഇത് 2 ടേംസായി, വിച്ച് ഇസ് സെപ്പറേറ്റഡ് ബൈ ദിസ് മൈനസ് സിമ്പിൾ. ഓക്കെ, അപ്പോൾ 100 മൈനസ് 1 റേസ് ടു 0 എന്ന് എഴുതാൻ പറ്റും. ദാറ്റ് ഈസ് ഈക്വൽ ടു 1. അപ്പോൾ ഈ ബൈനോമിയലിൻ്റെ കേസ് എടുക്കാൻ വെച്ചാലും എ പ്ലസ് ബി ഹോൾ റേസ് ടു 0 എന്ന് പറഞ്ഞാലും ദാറ്റ് ഈസ് ഈക്വൽ ടു 1. ഓക്കെ, പിന്നെ പ്രൊവൈഡഡ് എ പ്ലസ് ബി എന്ന് പറയുന്നത് 0 ആവാനായിട്ട് പാടില്ല. ഓക്കെ, അതായത് 0 റേസ് ടു 0 എന്ന് പറയുന്നത് എന്താ? ഇറ്റ് ഈസ് നോട്ട് ഡിഫൈൻഡ് അല്ലേ? ഇതിനൊരു വാല്യൂ കണ്ടുപിടിച്ചിട്ടില്ല. ഓക്കെ, അപ്പോൾ ഈ എ പ്ലസ് ബി എന്ന് പറഞ്ഞത് 0 ആവാൻ പാടില്ല. അപ്പോൾ ഇത് എ പ്ലസ് ബി 0 ആയി കഴിഞ്ഞാൽ ഇവിടെ 0 റേസ് ടു 0 ഫോമായി മാറും. അത് ഡിഫൈൻഡ് അല്ല. അതുകൊണ്ട് എ പ്ലസ് ബി എന്ന് പറഞ്ഞത് 0 ആവാൻ പാടില്ല. നിങ്ങൾക്ക് അറിയണതായിരിക്കും. ഓക്കെ, ഇനി എ പ്ലസ് ബി ഹോൾ റേസ് ടു 1 എന്താ? ഇറ്റ് ഈസ് ഈക്വൽ ടു എ പ്ലസ് ബി ഇറ്റ് സെൽഫ് അല്ലേ? ഇപ്പോൾ 100 റേസ് ടു 1 ഇസ് ഈക്വൽ ടു 100 എന്ന് പറയുന്ന പോലെ തന്നെ എ പ്ലസ് ബി റേസ് ടു 1 ഇസ് ഈക്വൽ ടു എ പ്ലസ് ബി. ഓക്കെ, അറിയണതായിരിക്കും. ഇനി എ പ്ലസ് ബി ഹോൾ സ്ക്വയർ എന്താണ്? ദാറ്റ് ഈസ് ഈക്വൽ ടു എ സ്ക്വയർ പ്ലസ് 2ab പ്ലസ് ബി സ്ക്വയർ. റൈറ്റ്, നിങ്ങൾക്ക് അറിയണത് തന്നെയാണ് അല്ലേ? എ പ്ലസ് ബി ഹോൾ ക്യൂബ് എന്താണ്? ദാറ്റ് ഈസ് ഈക്വൽ ടു എ ക്യൂബ് പ്ലസ് 3a² ബി പ്ലസ് 3ab സ്ക്വയർ പ്ലസ് ബി ക്യൂബ് അല്ലേ? ഇവിടെ വരെ നിങ്ങൾക്ക് അറിയാം. ഇനി എ പ്ലസ് ബി ഹോൾ റേസ് ടു 4 എന്താ? ബി ഹോൾ റേസ് ടു 4, എ പ്ലസ് ബി ഹോൾ റേസ് ടു 5 ഒന്നും നിങ്ങൾ പഠിച്ചിട്ടില്ല അല്ലേ? പക്ഷെ നിങ്ങളോട് ചെയ്യാൻ പറഞ്ഞാൽ നിങ്ങൾ എങ്ങനെയാണ് ചെയ്യാനുള്ളത്? ഒന്നില്ലെങ്കിൽ എ പ്ലസ് ബി ഹോൾ സ്ക്വയർ ഇൻറ്റു എ പ്ലസ് ബി ഹോൾ സ്ക്വയർ ചെയ്യും അല്ലേ? അല്ലെങ്കിൽ എ പ്ലസ് ബി ഹോൾ ക്യൂബ് ഇൻറ്റു എ പ്ലസ് ബി ചെയ്യും. അപ്പോഴാണല്ലോ അതെ, ഇവിടെ 3 ആണ്, ഇവിടെ പവർ 1 ആണ്. 3 + 1 4 ആയി മാറി. ഇവിടെ 2 ആണ്, 2 + 2 4 ആയി മാറി. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് അറിയണ ഈ ടേംസിലേക്ക് ആക്കി മാറ്റിയിട്ട് അത് സോൾവ് ചെയ്ത് കഴിഞ്ഞ് എക്സ്പാൻഡ് ചെയ്യാനായിട്ട് അറിയാം. ഓക്കെ, അപ്പോൾ ഈ ചാപ്റ്റർ എന്താ പഠിക്കണമെന്ന് വെച്ചാൽ, ഇങ്ങനെ വലിയ വലിയ നമ്പേഴ്സ്, 4 ഒക്കെ ചെറുതാണ്, 4നേക്കാട്ടും വലുത്. ഇപ്പോൾ 50 ഒക്കെ വന്നു എന്ന് വിചാരിക്കും. പിന്നെ ഇവിടെ വലിയ വലിയ നമ്പേഴ്സ് വരുമ്പോൾ ഇങ്ങനെ മൾട്ടിപ്ലൈ ചെയ്തുകൊണ്ട് നോക്കി, എ പ്ലസ് ബി ഹോൾ സ്ക്വയർ ഇൻറ്റു എ പ്ലസ് ബി ഹോൾ സ്ക്വയർ നമ്മളിങ്ങനെ മൾട്ടിപ്ലൈ ചെയ്തുകൊണ്ടിരിക്കാനായിട്ട് നമ്മുടെ കയ്യിൽ ടൈമും ഇല്ല, പിന്നെ അത് ഈസിയും അല്ല. ഓക്കെ, അപ്പോൾ അതിനൊരു ഫോർമുല ഉണ്ട്. ഓക്കെ, അതൊക്കെയാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് എ പ്ലസ് ബി ഹോൾ റേസ് ടു 4നെ സാധാരണ രീതിയിലൊന്ന് എക്സ്പാൻഡ് ചെയ്യാം. അപ്പം ഞാനിവിടെ എ പ്ലസ് ബി ഹോൾ റേസ് ടു 4നെ എ പ്ലസ് ബി ഹോൾ ക്യൂബ് ഇൻറ്റു എ പ്ലസ് ബി ആക്കി മാറ്റാണ്. അപ്പോൾ 3 + 1 4 ആയി മാറിയിട്ടുണ്ട്. ഓക്കെ, പ്ലസ് ബി ഹോൾ ക്യൂബിൻ്റെ എക്സ്പാൻഷനാണ് ഇവിടെ എടുക്കുന്നത്. ജസ്റ്റ് അതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ എന്ത് കിട്ടും? എ ക്യൂബ് പ്ലസ് 3a² ബി പ്ലസ് 3ab സ്ക്വയർ പ്ലസ് ബി ക്യൂബ്. ഓക്കെ, ഇതിന് പകരം ഇത് എഴുതി ഇൻറ്റു എ പ്ലസ് ബി. ഓക്കെ, ജസ്റ്റ് ഇത് മൾട്ടിപ്ലൈ ചെയ്തെടുക്കാം. ഓക്കെ, അപ്പോൾ എന്ത് കിട്ടും? ഫസ്റ്റ് ഞാൻ എ ക്യൂബ് എന്ന് പറയുന്നത് ഇവിടെ നിന്ന് എടുക്കുകയാണ്, ഇവിടെ എ എടുക്കുകയാണ്. അപ്പോൾ എ ക്യൂബ് ഇൻറ്റു എ എന്തായിരിക്കും? എ റേസ് ടു 4. ഓക്കെ, അപ്പോൾ എ റേസ് ടു 4 എഴുതി, പ്ലസ് എഴുതി. ഇനി എ ക്യൂബ്
ഇൻറ്റു ബി. എ ക്യൂബ് ഇൻറ്റു ബി എന്തായിരിക്കും? എ ക്യൂബ് ബി. ഓക്കെ, പ്ലസ് ഇനി ഈ ടേം ഞാൻ ചൂസ് ചെയ്തു. ഓക്കെ, ഈ ടേമിനും ഇവിടുത്തെ ഫസ്റ്റ് ടേമിനും ചൂസ് ചെയ്യണം. അപ്പോൾ 3a² b ഇൻറ്റു എ. 3a² b ഇൻറ്റു എ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഇവിടെ a² ഇൻറ്റു എ എന്ന് പറയുന്നത് എ ക്യൂബ് ആയിരിക്കും അല്ലേ? a² ഇൻറ്റു എ ഇസ് എ ക്യൂബ്. അപ്പോൾ എന്ത് കിട്ടി? 3a³ b. ഓക്കെ, 3a³ b എന്ന് കിട്ടും. ഓക്കെ, നെക്സ്റ്റ് 3a³ b ഇൻറ്റു ബി ചെയ്ത് നോക്കാം. അപ്പോൾ എന്ത് കിട്ടി? പ്ലസ് 3a² b ഇൻറ്റു ബി ഇസ് b². പ്ലസ് ഇനി ഞാൻ ഇവിടുത്തെ ടേം എടുക്കുകയാണ്, 3ab². 3ab² ഇൻറ്റു എ എന്തായിരിക്കും? 3ab² ഇൻറ്റു എ എന്ന് പറയുന്നത് 3a² b². ഓക്കെ, അപ്പോൾ ഇതിവിടെ ഇതാണ് 3a² b². ഓക്കെ, പ്ലസ് ഇനി സ്ക്വയർ ഇൻറ്റു ബി എന്തായിരിക്കും? ഇൻറ്റു ബി ആണെന്നുണ്ടെങ്കിൽ എന്ത് സംഭവിക്കുക? 3ab³ എന്ന് കിട്ടും അല്ലേ? അപ്പോൾ ഇതിവിടെ ഇതാണ് 3ab³ പ്ലസ് ഇനി നമുക്ക് ഈ ടേം ചൂസ് ചെയ്യാം, b³ ഇൻറ്റു എ. അതെന്തായിരിക്കും? ab³. ഓക്കെ, പ്ലസ് b³ ഇൻറ്റു ബി ഇസ് b⁴. ഓക്കെ, നോക്കാം, a⁴ ഉണ്ട് പ്ലസ് a³ b പ്ലസ് 3a³ b എത്രയാണ്? ദാറ്റ് ഈസ് 4a³ b അല്ലേ? കോഎഫിഷ്യൻസ് തമ്മിൽ ആഡ് ചെയ്യുക. അപ്പോൾ ഇവിടെ 1 ആണ്. 1 + 3 is 4a³ b പ്ലസ് 3a² b² പ്ലസ് 3a² b² എന്താ? സെയിം ആയിട്ടുള്ള ടേംസ് ആണ്. കോഎഫിഷ്യൻസ് ആഡ് ചെയ്യുമ്പോൾ 6a² b² എന്ന് കിട്ടും. പ്ലസ് 3ab³ പ്ലസ് ab³ എത്രയാണ്? 3 + 1 is 4 അല്ലേ? 4ab³ പ്ലസ് b⁴. ഓക്കെ, അപ്പോൾ നമ്മൾ a+b⁴ എക്സ്പാൻഡ് ചെയ്തു. അപ്പോൾ നമ്മളിങ്ങനെ റിപ്പീറ്റ് ആയിട്ട് മൾട്ടിപ്ലൈ ആണ് ചെയ്തത്. ഇത് ഈസി പ്രോസസ്സ് അല്ല. വലിയ വലിയ നമ്പേഴ്സ് വരുമ്പോൾ ഇത് ഈസി പ്രോസസ്സ് അല്ല. അതുകൊണ്ട് ഇതിന് ഈസി ആക്കാൻ വേണ്ടിയിട്ട്, ഈ ഡിഫിക്കൽട്ടീനെ ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ടാണ് ബൈനോമിയൽ തിയറം വരുന്നത്. ഓക്കെ, ഇതൊക്കെയാണ് ഐഡൻറ്റിറ്റീസ് അല്ലേ? ഇനി ഈ ഐഡൻറ്റിറ്റീസിൽ നമുക്ക് കുറച്ച് കാര്യങ്ങൾ ഒബ്സർവ് ചെയ്തെടുക്കാനുണ്ട്. അതാണ് നെക്സ്റ്റ് നമ്മൾ ചെയ്യണത്. ഓക്കെ, അപ്പോൾ ഫസ്റ്റത്തെ ഒബ്സർവേഷൻ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ പവറായിട്ട് കിടക്കുന്ന ആൾക്കാരനെ പറയുന്നതാണ് ഇൻഡെക്സ്. അതായത് a+b² എന്ന് പറയില്ലേ, ആളിനെ എന്ത് പറയും നമ്മൾ? ഇൻഡെക്സ് എന്നാണ് പറയാം. ഓക്കെ, ദാറ്റ് ഈസ് ഈക്വൽ ടു a² പ്ലസ് 2ab പ്ലസ് b². അതിനെ എക്സ്പാൻഡ് ചെയ്തപ്പോൾ നമുക്ക് എത്ര ടേംസ് കിട്ടി? ഇവിടെ 3 ടേംസ് ആണ് കിട്ടിയത്. അപ്പോൾ ഇവിടെ പവർ ഇൻഡെക്സ് എന്ന് പറഞ്ഞ് 2 ആയിരുന്നപ്പോൾ നമുക്ക് എക്സ്പാൻഷനിൽ എത്ര ടേംസാണ് കിട്ടിയത്? 3 ടേംസ് ആണ് കിട്ടിയത് അല്ലേ? ഇനി നോക്കിയേ, ഇൻഡെക്സ് ഇവിടെ 3 ആണ്. അപ്പോൾ ഇവിടെ എത്ര ടേംസ് ഉണ്ട്? 1 2 3 4. ഓക്കെ, അപ്പോൾ ഇൻഡെക്സ് എന്ന് പറയണത് 2 ആയിരുന്നപ്പോൾ നമുക്ക് നമ്പർ ഓഫ് ടേംസ് ഇൻ എക്സ്പാൻഷനിൽ നമ്പർ ഓഫ് ടേംസ് എത്ര കിട്ടി? 3 ആണ് കിട്ടി. അപ്പോൾ ഇൻഡെക്സ് 3 ആയിരുന്നപ്പോൾ എത്ര ടേംസ് ഉണ്ട് എക്സ്പാൻഷനിൽ? 4 ടേംസ് ഉണ്ട്. ഇൻഡെക്സ് 4 ആയിരിക്കുമ്പോൾ എത്ര ടേംസ് ഉണ്ട്? 1 2 3 4 5 ടേംസ് ആണ് എക്സ്പാൻഷനിലുള്ളത്. ഓക്കെ, അപ്പോൾ ജനറലി ഇൻഡെക്സ് n ആണെന്നുണ്ടെങ്കിൽ എത്ര ടേംസ് ഉണ്ടാവും? n+1 ആയിരിക്കും. അപ്പോൾ ഇത് ചോദിക്കാറുള്ളൊരു ക്വസ്റ്റ്യനാണ്, 1 മാർക്കിന് ചോദിക്കാറുള്ള ക്വസ്റ്റ്യനാണ്. നിങ്ങളോട് ചോദിക്കും ഇൻഡെക്സ് 18 ആണെന്നുണ്ടെങ്കിൽ എത്ര നമ്പർ ഓഫ് ടേംസ് ഉണ്ടായിരിക്കും? അപ്പോൾ നിങ്ങൾ എന്ത് എഴുതും? 19 എഴുതും. ഓക്കെ, ഇൻഡെക്സ് 12 ആണെന്നുണ്ടെങ്കിൽ എത്ര നമ്പർ ഓഫ് ടേംസ് ഉണ്ടാവും? 13 ആയിരിക്കും. ഓക്കെ, എഴുതൂലോ? അതാണ് നമ്മുടെ ഫസ്റ്റ് ഒബ്സർവേഷൻ. ഓക്കെ, ഫസ്റ്റ് ഒബ്സർവേഷൻ എന്താ? ടോട്ടൽ നമ്പർ ഓഫ് ടേംസ് ഇൻ ദ എക്സ്പാൻഷൻ ഇസ് 1 മോർ ദാൻ ദ ഇൻഡെക്സ്. ഇപ്പോൾ ഇൻഡെക്സ് n ആണെന്നുണ്ടെങ്കിൽ എത്ര ടേംസ് ഉണ്ടാവും എക്സ്പാൻഷനിൽ? n+1 ടേംസ്. ഓക്കെ, അപ്പോൾ ഇത് ചോദിക്കാറുണ്ട് കേട്ടോ. നമുക്ക് സെക്കൻഡ് ഒബ്സർവേഷനിലേക്ക് പോവാം. ഓക്കെ, അപ്പോൾ വീണ്ടും ഞാൻ ഈ എക്സ്പാൻഷൻ എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഫസ്റ്റ് ക്വാണ്ടിറ്റി. ഓക്കെ, ഇതാണ് സെക്കൻഡ് ക്വാണ്ടിറ്റി അല്ലേ? ഈ ഫസ്റ്റ് ക്വാണ്ടിറ്റീൻ്റെ കാര്യം ഇവിടെ നോക്കാം, ഒബ്സർവ് ചെയ്യുക അതിനെ പറ്റിയിട്ട്. അപ്പോൾ നോക്കിയേ, ഇവിടെ ഫസ്റ്റ് ക്വാണ്ടിറ്റീൻ്റെ പവർ ഇവിടെ a² ആയിരുന്നു. ഇവിടെ എത്തിയപ്പോൾ a ആയി, പിന്നെ എനെ ഇവിടെ കാണാണ്ടായി അല്ലേ? ഫസ്റ്റ് a² ആയിരുന്നു, പിന്നെ a ആയി, പിന്നെ ഇവിടെ a ഇല്ലാണ്ടായി. സെക്കൻഡ് ക്വാണ്ടിറ്റീൻ്റെ കാര്യമോ? ഇവിടെ b ഉണ്ടായിരുന്നില്ല. ഇങ്ങോട്ട് വന്നപ്പോൾ b വന്നു, പിന്നെ b² ആയി. അതായത് പവർ ഓഫ് ദ ഫസ്റ്റ് ക്വാണ്ടിറ്റി എന്താവണം? ഡിക്രീസ് ആയിട്ടാണ് വരുന്നത് അല്ലേ? a² a, പിന്നെ a വാനിഷായി. സെക്കൻഡ് ക്വാണ്ടിറ്റീൻ്റെ കാര്യമോ? ഇവിടെ b ഉണ്ടായിരുന്നില്ല, പിന്നെ b വന്നു, പിന്നെ b² ആയി. അപ്പോൾ സെക്കൻഡ് ക്വാണ്ടിറ്റീൻ്റെ പവർ ഇൻക്രീസ് ആയിട്ടാണ് വരുന്നത്,
ഫസ്റ്റ് ക്വാണ്ടിറ്റീൻ്റെ പവർ ഡിക്രീസ് ആയിട്ടാണ് വരുന്നത്. ഇനി ഇത് ഒരെണ്ണത്തിൻ്റെ കാര്യത്തിൽ മാത്രമാണോ എന്നാണ് നമുക്ക് ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ വേറൊരു ഐഡൻറ്റിറ്റി നമ്മൾ എടുത്തു, എ പ്ലസ് ബി ഹോൾ ക്യൂബ്. ഇതിൻ്റെ കേസ് എടുക്കാന്ന് വെച്ചാലും നോക്കിയേ, ഇവിടെ എ ക്യൂബ് ആയിരുന്നു ഫസ്റ്റ് ക്വാണ്ടിറ്റി നോക്കാം, എ ക്യൂബ് ആയിരുന്നു, പിന്നെ എ സ്ക്വയർ ആയി, പിന്നെ എ ആയി, പിന്നെ എ ഇല്ലാണ്ടായി. ഓക്കെ, ഇനി സെക്കൻഡ് ക്വാണ്ടിറ്റീൻ്റെ നോക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ഉണ്ടായിരുന്നില്ല, പിന്നെ സെക്കൻഡ് ടേം ചെയ്തപ്പോൾ ബി വന്നു, പിന്നെ ബി സ്ക്വയർ ആയി, പിന്നെ ബി ക്യൂബായി അല്ലേ. അപ്പോൾ ബീൻ്റെ പവർ, സെക്കൻഡ് ക്വാണ്ടിറ്റീൻ്റെ പവർ ഇവിടെ ഇൻക്രീസ് ആയിട്ടാണ് വരുന്നത്, ആൻഡ് ഫസ്റ്റ് ക്വാണ്ടിറ്റീൻ്റെ പവർ ഡിക്രീസ് ആയിട്ടാണ് വരുന്നത്. ഓക്കെ, അപ്പോൾ ഒബ്സർവേഷൻ നമ്പർ 2 എന്താ, പവർ ഓഫ് ദ ഫസ്റ്റ് ക്വാണ്ടിറ്റി ദറ്റ് ഈസ് എ ഇസ് ഡിക്രീസിങ് വെയർ ആസ് ദ പവർ ഓഫ് ദ സെക്കൻഡ് ദറ്റ് ഈസ് ബി ഇസ് ഇൻക്രീസിങ് ബൈ 1. ഓക്കെ, അപ്പോൾ ഇനി തേർഡ് ഒബ്സർവേഷൻ. ഓക്കെ, അപ്പോൾ ഞാൻ വീണ്ടും ഈ ഐഡൻറ്റിറ്റി എടുത്ത് എഴുതിയിട്ടുണ്ട്. ഇവിടെ ഇൻഡെക്സ് എന്ന് പറയുന്നത് 2 ആണ് അല്ലേ, ഇൻഡെക്സ് എന്ന് പറയുന്നത് ഇവിടെ 2 ആണ്. ഇനി ഇവിടെ നോക്കിയേ, ഇതാണ് ഫസ്റ്റ് ടേം അല്ലേ, ഇപ്പോൾ എ സ്ക്വയർ. ഇപ്പോൾ എ സ്ക്വയറിൻ്റെ പവർ ഇവിടെ എന്താണ് 2 ആണ്. ഓക്കെ, ഇവിടെ ബി ഇല്ല, ബീനെ അപ്പം നമുക്ക് എങ്ങനെ എഴുതാം, ബി റേസ് ടു 0 എന്ന് എഴുതിക്കൂടെ. ബി റേസ് ടു 0 എന്ന് പറയുന്നത് 1 ആണ്. അപ്പോൾ നമുക്ക് എ സ്ക്വയർ ഇൻറ്റു ബി റേസ് ടു 0 എന്ന് എഴുതാം. ഇനി ഈ പവേഴ്സ് തമ്മിൽ ആഡ് ചെയ്ത് നോക്കിയേ, 0 + 2 ദാറ്റ് ഈസ് ഈക്വൽ ടു 2 അല്ലേ. ഇവിടെ ഇപ്പോൾ എയും ബീൻ്റെയും പവേഴ്സ് ആഡ് ചെയ്തപ്പോൾ നമുക്ക് ഈ ഇൻഡെക്സ് തന്നെയാണ് കിട്ടിയത്. ഓക്കെ, ഇനി ഈ ടേം നിങ്ങൾ എടുത്തോളൂ. ഇവിടെ എയുടെ പവർ എന്താണ് 1 ആണ്, ബീൻ്റെ പവറും 1 ആണ്. 1 + 1 എത്രയാണ് 2 അല്ലേ. അപ്പോൾ നമ്മൾ വീണ്ടും ഈ ടേമിൻ്റെ പവേഴ്സ് തമ്മിൽ ആഡ് ചെയ്തപ്പോൾ, അല്ലെങ്കിൽ ഇൻഡീസസ് തമ്മിൽ ആഡ് ചെയ്തപ്പോൾ നമുക്ക് കിട്ടിയത് എന്താണ് 2 ആണ്. ഈ ടേം എടുക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ എ ഇല്ല അല്ലേ, അപ്പോൾ നമുക്ക് എ റേസ് ടു 0 എന്ന് എഴുതാം. ഓക്കെ, എ റേസ് ടു 0 എന്ന് പറയുന്നത് എന്താണ് 1 ആണ്. അപ്പോൾ 0 + 2 എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് ഈക്വൽ ടു 2. ഓക്കെ, അപ്പോൾ ഈ ഇൻഡെക്സ് എന്താണെന്ന് പറയാം, ഇറ്റ് ഈസ് ദ സം ഓഫ് ദ ഇൻഡീസസ് ഓഫ് ഈച്ച് ടേം. ഈ നമ്മുടെ തേർഡ് ഒബ്സർവേഷൻ ആണ്. ഇൻ ഈച്ച് ടേം ഓഫ് ദ എക്സ്പാൻഷൻ ദ സം ഓഫ് ഇൻഡീസസ് ഓഫ് എ ആൻഡ് ബി ഇസ് ഈക്വൽ ടു ദ ഇൻഡെക്സ് ഓഫ് എ പ്ലസ് ബി. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ 3 ഒബ്സർവേഷൻ. ഇതിലത്തെ ഫസ്റ്റ് ഒബ്സർവേഷൻ ഇമ്പോർട്ടൻ്റ് ആണ്. ഇൻഡെക്സ് എന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്പർ ഓഫ് ടേംസ് n+1 ആയിരിക്കും. ഓക്കെ, ഇനി നമ്മൾ എന്താ ചെയ്യാൻ പോകണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ ഐഡൻറ്റിറ്റീസ് ഇവിടെ എഴുതി വെച്ചിട്ടുണ്ടല്ലോ, ഇതിപ്പോൾ എക്സ്പാൻഡ് ചെയ്തപ്പോൾ ഇങ്ങനെയൊക്കെയാണ് നമുക്ക് കിട്ടിയത്. അതിലത്തെ കോഎഫിഷ്യൻസ് മാത്രം നമ്മൾ ഇവിടെ എടുത്ത് എഴുതാൻ പോവാണ്. ഓക്കെ, അപ്പോൾ എന്തെങ്കിലും നമുക്കൊരു പാറ്റേൺ പോലെ കിട്ടുമോ എന്നൊക്കെ നമുക്കൊന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ ഇൻഡെക്സ് ഇവിടെ, ഇപ്പോൾ ഇൻഡെക്സോട് ഞാനിവിടെ ഇതാണ് 0 1 2 3 4. ഓക്കെ, ഇൻഡെക്സ് 0 ആയപ്പോൾ നമുക്ക് കിട്ടിയത് 1 എന്നാണ്. 1ൻ്റെ കോഎഫിഷ്യൻ്റ് എന്താ, ഇറ്റ് ഈസ് 1. ഓക്കെ, ഇപ്പോൾ കോഎഫിഷ്യൻ്റ് എന്താണെന്ന് അറിയാത്ത ആൾക്കാർക്ക് ഇപ്പോൾ 2ab എടുക്കുക. ഇതിൽ എ ബീൻ്റെ കോഎഫിഷ്യൻ്റ് ആണ് ഈ 2. ഓക്കെ, ഇനിയിപ്പോൾ ഇവിടെ 2 ഇല്ലയെന്ന് വിചാരിക്കുക, എ ബിന്ന് മാത്രമുള്ളൂ എന്ന് വിചാരിക്കുക. അപ്പോൾ എ ബീൻ്റെ കോഎഫിഷ്യൻ്റ് എന്തായിരിക്കും, ഇവിടെ ആരും ഇല്ലല്ലോ, അപ്പോൾ നമ്മൾ 1 ആയിട്ടാണ് അതിന് എടുക്കുക. ഓക്കെ, ഇപ്പോൾ ഇൻഡെക്സ് 1 ആവുന്ന കേസിൽ നോക്കാം. അപ്പോൾ ഇവിടെ എയുടെ കോഎഫിഷ്യൻ്റ് എന്താ, ഇവിടെ നമ്പേഴ്സ് വേറെ ഒന്നും ഇല്ല, അപ്പോൾ നമ്മൾ എന്തായിട്ട്, ഇപ്പോൾ ഇവിടുത്തെ കോഎഫിഷ്യൻ്റ് എന്തായിരിക്കും 1 ആയിരിക്കും. അപ്പോൾ എയുടെ കോഎഫിഷ്യൻ്റ് 1, ഇവിടെ ബി എന്ന് പറഞ്ഞൊരു ടേം ഉണ്ട്, അതിൻ്റെ കോഎഫിഷ്യൻറ്റും 1 തന്നെയാണ്. ഇനി ഇൻഡെക്സ് 2 ആകുമ്പോൾ ഉള്ള കേസ്, ഇൻഡെക്സ് 2 ആകുമ്പോൾ നമുക്ക് എന്താ കിട്ടിയ കോഎഫിഷ്യൻറ്റ് 1 2 1. ഓക്കെ, അപ്പോൾ അതെടുത്ത് ഇതാണ് 1 2 1. ഇനി ഇൻഡെക്സ് 3 ആകുമ്പോൾ എന്താ സംഭവിക്കുന്നത്, 1 3 3 1. ഓക്കെ, കോഎഫിഷ്യൻറ്റ് മാത്രം എടുത്ത് ഇതാണ് 1 3 3 1. ഇനി ഇൻഡെക്സ് 4 ആകുമ്പോഴോ 1 4 6 4 1. ഓക്കെ, 1 4 6 4 1. അപ്പോൾ ഇങ്ങനെ നോക്കുമ്പോൾ നമ്മൾ ഐ പാറ്റേൺ പോലെ ഉണ്ടല്ലേ, ഇവിടെയൊക്കെ ഐ ഇങ്ങനെ പോകുന്നുണ്ട്, ഇവിടെ നിന്ന് ഐ പോകുന്നുണ്ട്, ഇവിടെ മാത്രം എന്തൊക്കെയോ സംഭവിക്കുന്നുണ്ട്. അപ്പോൾ നമുക്കതൊന്ന് ഒബ്സർവ് ചെയ്ത് നോക്കാം. ഓക്കെ, ഇപ്പോൾ ഇവിടെ നോക്കി നോക്കാം നമുക്ക്. ഈ 1 + 1 1 + 1 ചെയ്തപ്പോൾ 2 കിട്ടി. ഓക്കെ, ഇനി ഇവിടെ നോക്കാം, 1 + 2 1 + 2 ചെയ്തപ്പോൾ 3 കിട്ടി, 2 + 1 ചെയ്തപ്പോൾ വീണ്ടും 3 കിട്ടി. ഓക്കെ, അപ്പോൾ ഇവിടെ നോക്കി നോക്കിയേ, 1 + 3 ചെയ്തപ്പോൾ 4 കിട്ടി, 3 + 3 ചെയ്തപ്പോൾ 6 കിട്ടി, ആൻഡ് 3 + 1 ചെയ്തപ്പോൾ 4 കിട്ടി. ഓക്കെ, അപ്പോൾ നമുക്ക് പാറ്റേൺ എങ്ങനെയാണെന്നുള്ളത് മനസ്സിലായി. അപ്പോൾ ഇൻഡെക്സ് 5 വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കോയിഫിഷ്യൻസ് ഒക്കെ നമുക്ക് എടുത്ത് എഴുതാനായിട്ട് അറിയാം. ഓക്കെ, അപ്പോൾ നമുക്കത് നോക്കുമ്പോൾ 1 ഒക്കെ ഇങ്ങനെ രണ്ട് ഭാഗത്തേക്കും ഇങ്ങനെ 1 പോകുന്നുണ്ട്, അപ്പോൾ നമ്മൾ ഇവിടെ 1 എഴുതി, ഇവിടെയും 1 എഴുതി. ഓക്കെ, ജസ്റ്റ് ഇവിടെ ആഡ് ചെയ്ത് എഴുതിയാൽ മതിയല്ലോ. അപ്പോൾ 1 + 4 ചെയ്തു, അപ്പോൾ എന്ത് കിട്ടി, 5 കിട്ടി. ഈ 4 + 6 ചെയ്തപ്പോൾ 10 കിട്ടി, +4 ചെയ്തപ്പോൾ 10 കിട്ടി, 4 + 1 ചെയ്തപ്പോൾ 5 കിട്ടി. ഓക്കെ, അപ്പോൾ ഇൻഡെക്സ് 5 ആകുമ്പോഴുള്ള കോഎഫിഷ്യൻസ് നമുക്ക് കിട്ടി, ദാറ്റ് ഈസ് 1 5 10 10 5 1. ഇങ്ങനെ നമുക്ക് ഇൻഡെക്സ് 6ൻ്റെയും 7ൻ്റെയും ഒക്കെ കാണാനായിട്ട് പറ്റും. അപ്പോൾ ഇങ്ങനെ നമ്മൾ എഴുതിയില്ലേ, ഇതിനെ പറയുന്നതാണ്
പാസ്കൽസ് ട്രയാങ്കിൾ. ഓക്കെ, പാസ്കൽസ് ട്രയാങ്കിളാണ്. ഇത് കുറച്ചൊക്കെ നമ്മളെ സഹായിക്കും. കുഞ്ഞു നമ്പേഴ്സ്, അതായത് ഒരു 12 നമ്പേഴ്സ്, ഇൻഡെക്സ് 12 ആവണ വരെയൊക്കെ ഈ പാസ്കൽസ് ട്രയാങ്കിൾ നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് ഹെൽപ്പിംഗ് ആണ്. പക്ഷേ ഇൻഡെക്സ് 12-നേക്കാട്ടും കൂടുതലാവുമ്പോൾ ടേംസ് വലുതായി അല്ലേ വരുന്നത്. അപ്പോൾ നമുക്ക് എപ്പോഴും ഇങ്ങനെ ട്രയാങ്കിൾ വരച്ച് കണ്ടുപിടിക്കാനായിട്ട് എളുപ്പമല്ല. അപ്പോൾ ഇതിനൊക്കെ പരിഹരിക്കാനാണ് ബൈനോമിയൽ തിയറം വന്നിരിക്കുന്നത്. ഓക്കെ, ഈ ചാപ്റ്ററിൽ കോമ്പിനേഷൻ്റെ ഫോർമുലാസ് മാത്രമേ ആവശ്യമുള്ളൂ കേട്ടോ. അപ്പോൾ NCR എന്ന് പറഞ്ഞാൽ എന്താണ്? ദാറ്റ് ഈസ് ഈക്വൽ ടു n ഫാക്ടോറിയൽ ബൈ n മൈനസ് r ഫാക്ടോറിയൽ ഇൻറ്റു r ഫാക്ടോറിയൽ വെർ ദിസ് r ലൈസ് ബിറ്റ്വീൻ 0 ആൻഡ് n. അത് ആവശ്യമുണ്ട്. ഓക്കെ, പിന്നെ NC0 എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ പഠിച്ചിട്ടുണ്ട്. ദാറ്റ് ഈസ് ഈക്വൽ ടു 1 അല്ലേ. NC0 എന്ന് പറഞ്ഞാൽ r ഇവിടെ 0 ആണ്. അപ്പോൾ എന്ത് കിട്ടും? n ഫാക്ടോറിയൽ ബൈ n മൈനസ് 0 ഫാക്ടോറിയൽ ഇൻറ്റു 0 ഫാക്ടോറിയൽ. r 0 ആണ്. r 0 ആണ്. അപ്പോൾ നമുക്ക് ഇങ്ങനെയാണ് കിട്ടാം. ഓക്കെ, അപ്പോൾ എന്ത് കിട്ടും? 0 ഫാക്ടോറിയൽ 1 ആണ്. n മൈനസ് 0 ഇസ് n ആണ്. അപ്പോൾ നമുക്ക് n ഫാക്ടോറിയൽ ബൈ n ഫാക്ടോറിയൽ എന്ന് കിട്ടും. ദാറ്റ് ഈസ് ഈക്വൽ ടു 1. അപ്പോൾ NC0 എന്ന് പറയുന്നത് 1 ആണ്. ഇനി NCn എന്താണെന്ന് നോക്കാം. NCnഉം 1 തന്നെയാണ് ഈക്വൽ. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ നോക്കാം. Rn ആവുമ്പോൾ എന്ത് പറ്റും? n ഫാക്ടോറിയൽ ബൈ n മൈനസ് n ഫാക്ടോറിയൽ ഇൻറ്റു n ഫാക്ടോറിയൽ. ഓക്കെ, n മൈനസ് n എത്രയാണ്? 0 അല്ലേ. 0 ഫാക്ടോറിയൽ എന്ന് കിട്ടും. 0 ഫാക്ടോറിയൽ 1 ആണ്. അപ്പോൾ n ഫാക്ടോറിയലും ക്യാൻസലായി പോയി. ദാറ്റ് ഈസ് ഈക്വൽ ടു 1. അപ്പോൾ NCnഉം 1 ആണ്. പിന്നെ വേണ്ടത് NC1 എന്താണ്? ഓക്കെ, അപ്പോൾ NC1 എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? n ഫാക്ടോറിയൽ ബൈ rന് 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ എന്ത് കിട്ടും? n മൈനസ് 1 ഫാക്ടോറിയൽ ഇൻറ്റു 1 ഫാക്ടോറിയൽ. ഓക്കെ, അപ്പോൾ നമുക്ക് n ഫാക്ടോറിയലിന് എങ്ങനെ എഴുതാം? n ഇൻറ്റു n മൈനസ് 1 ഫാക്ടോറിയൽ എന്ന് എഴുതാം. അപ്പോൾ ഈ n മൈനസ് 1 ഫാക്ടോറിയൽസ് ക്യാൻസലായി പോയി. ബാക്കി ഇവിടെ ഉള്ളത് n ആണ്. ഓക്കെ, അപ്പോൾ NC1 എന്ന് പറഞ്ഞാൽ n ആണ്. ഓക്കെ, അപ്പോൾ ഫാക്ടോറിയൽ കാണാനും കോമ്പിനേഷൻ്റെ ഫോർമുലാസും ഒക്കെ അറിഞ്ഞിരിക്കണം. ഓക്കെ, അപ്പോഴാണ് നമുക്ക് പ്രോബ്ലംസ് വേഗം ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, പിന്നെ അവിടെ നമ്മൾ എന്താ പഠിച്ചത്? n മൈനസ് r എന്ന് പറയുന്നത് NCRനോട് ഈക്വൽ ആയിരിക്കണം. അപ്പോൾ ഇത്ര ഫോർമുലാസ് നിങ്ങൾക്ക് അറിഞ്ഞിരിക്കണം. ഓക്കെ, അപ്പോൾ ഇതൊക്കെ എങ്ങനെയാണ് വരാന്ന് വെച്ചാൽ, ഇപ്പോൾ 5C0 n ഇവിടെ 5 ആണ്. 5C0 എന്ന് പറഞ്ഞാൽ 1 എന്ന് എഴുതണം നിങ്ങൾ. 5C5 എന്ന് വന്നു കഴിഞ്ഞാൽ എന്ത് എഴുതണം? 1 എന്ന് എഴുതണം. 5C1 എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് ഈക്വൽ ടു 5 അല്ല. NC1 എന്ന് പറഞ്ഞാൽ ഈക്വൽ ടു n. ഇവിടെ എന്താണോ അതാണ് ഇവിടെ ആൻസറായി കിട്ടിയത്. അപ്പോൾ ഇവിടെ എന്താണോ അത് തന്നെയാണ് ഇവിടെ ആൻസറായിട്ട് കിട്ടുക. ഓക്കെ, അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് നിങ്ങൾക്ക് പ്രോബ്ലംസ് ചെയ്യുമ്പോൾ വരിക. ഓക്കെ, അപ്പോൾ നിങ്ങൾക്കിത് അറിയാൻ വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ ഫോർമുലാസൊക്കെ അറിയാൻ വെച്ചിട്ടുണ്ടെങ്കിൽ വേഗം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഈ കോമ്പിനേഷനും കോഎഫിഷ്യൻസും തമ്മിലുള്ള റിലേഷൻ എന്താണെന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ നോക്കി ഇൻഡെക്സ് ഇവിടെ 0ൻ്റെ കേസ് എടുക്കാം. ഓക്കെ, ഇപ്പോൾ n എന്ന് പറയുന്നത് ഇവിടെ 0 ആണ്. 0 C R എന്ന് പറയുന്നതോ R എപ്പോഴും സ്റ്റാർട്ട് ചെയ്യണത് 0 എന്നാണ്. 0 തൊട്ട് n വരെയാണ് Rൻ്റെ റേഞ്ച്. അപ്പോൾ R ഇവിടെ എന്തായിരിക്കും? 0 ആയിരിക്കും. അപ്പോൾ ഇതിനെ നമ്മൾ എങ്ങനെ എഴുതുക? 0C0ൻ്റെ വാല്യൂ എന്തായിരിക്കും? 1 ആയിരിക്കും. ഓക്കെ, അപ്പോൾ 0C0ൻ്റെ വാല്യൂ ഇസ് ഈക്വൽ ടു 1. നമ്മളിവിടെ പറഞ്ഞതാണ് NCnൻ്റെ വാല്യൂ എന്താണ്? ഇറ്റ് ഈസ് ഈക്വൽ ടു 1. അപ്പോൾ 0C0ൻ്റെ വാല്യൂ എന്തായിരിക്കും? ഇറ്റ് ഈസ് ഈക്വൽ ടു 1. ഓക്കെ, എപ്പോഴും ഇവിടെയാണ് നിങ്ങൾ എപ്പോഴും തെറ്റിക്കുക. ആറിൻ്റെ വാല്യൂ എപ്പോഴും 0യിൽ നിന്നാണ് തുടക്കം. ഓക്കെ, അപ്പോൾ ഇവിടെ എങ്ങനെയാണ് എഴുതുക? ദിസ് ഇസ് ഈക്വൽ ടു 0C0 ആണ് 1. ഇനി നമുക്ക് ഇൻഡെക്സ് 1 ആകുമ്പോഴുള്ള കേസ് നോക്കാം. ഓക്കെ, അപ്പോൾ n എന്ന് പറയുന്നത് എന്തായിരിക്കും? 1CR. ഓക്കെ, ആറിൻ്റെ റേഞ്ച് എവിടെയായിരിക്കും? R ലൈസ് ബിറ്റ്വീൻ. R എപ്പോഴും സ്റ്റാർട്ട് ചെയ്യുന്നത് 0 എന്ന്. എവിടെയാണ്? n എന്താണ് ഇവിടെ? 1. 0 to 1 വരെയാണ് ആറിൻ്റെ റേഞ്ച്. ഓക്കെ, അപ്പോൾ ഇവിടെ എന്തായിരിക്കും നമ്മൾ എഴുതുക? ദിസ് ഇസ് 1C0. ഫസ്റ്റ് കോഎഫിഷ്യൻറ്റ് നമ്മൾ 1C0 എന്നാണ് എഴുതുക. ഈ സെക്കൻഡ് കോഎഫിഷ്യൻറ്റിനെ 1C1 എന്നാണ് എഴുതുക. ഓക്കെ, നമുക്ക് ബാക്കിയുള്ള ഈ കോഎഫിഷ്യൻസിനെയൊക്കെ എഴുതാനായിട്ട് പറ്റും. അപ്പോൾ ഇതെങ്ങനെയായിരിക്കും? ഇവിടെ ഇൻഡെക്സ് 2 ആണ്. 2C0 ഇതെന്തായിരിക്കും? 2C1 ഇതെന്തായിരിക്കും? 2C2. ഓക്കെ, ഇൻഡെക്സ് 2 ആണ്. CR. R ലൈസ് ബിറ്റ്വീൻ 0 ആൻഡ് 2 അല്ലേ. അപ്പോൾ 0 1 2 ആറിൻ്റെ വാല്യൂ ഓക്കെ. n എന്ന് പറയുന്നത് 2 ആണ്. എല്ലാ സ്ഥലത്തും ഓക്കെ. അപ്പോൾ 2C0 = 1, 2C1 = 2, 2C2 = 1.
ഈ 3ൻ്റെ കേസിലോ ഇതാ 3CR വേർ R ലൈസ് ബിറ്റ്വീൻ 0 ആൻഡ് 3. ഓക്കെ, അപ്പോൾ ജസ്റ്റ് അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ എന്ത് കിട്ടും? 3C0, ഇവിടെ 3C1, 3C2, 3C3. ഓക്കെ, അപ്പോൾ നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം സ്റ്റാർട്ട് ചെയ്യണത് ആറിൻ്റെ വാല്യൂ സ്റ്റാർട്ട് ചെയ്യണത് 0യിൽ നിന്നാണ്. ഓക്കെ, ഇപ്പോൾ ഇവിടെ R1, ഇപ്പോൾ ഇവിടെ നിങ്ങൾ 4C1 എന്നൊക്കെ എഴുതി കഴിഞ്ഞാൽ അത് തെറ്റിപ്പോയി. ഓക്കെ, എപ്പോഴും 4C0, 4C1, 4C2, 4C3, 4C4. ഓക്കെ, അപ്പോൾ 0 തൊട്ട് 4 വരെയാണ് ആറിൻ്റെ റേഞ്ച്. പിന്നെ ഇൻഡെക്സ് എന്താണോ അത് തന്നെയാണ് ലാസ്റ്റ് ഇവിടെ റാൻഡം ആയിട്ട് ചോദിക്കുകയാണ്. ഇൻഡെക്സ് 7 ആകുമ്പോഴുള്ള കോയിഫിഷ്യൻസ് എഴുതാനായിട്ട് ചോദിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ എന്ത് എഴുതും? 7CR ആണ് എഴുതേണ്ടത്. വേർ R ലൈസ് ബിറ്റ്വീൻ 0 ആൻഡ് 7. 0 ആൻഡ് 7ൻ്റെ ഇടയിലായിരിക്കണം ഈ R. അപ്പോൾ ഏതൊക്കെ ആയിരിക്കും കോയിഫിഷ്യൻറ്റ്? 7C0, 7C1, 7C2, 7C3, 7C4, 7C5, 7C6 ആൻഡ് 7C7. ഓക്കെ, ഇപ്പോൾ ഇൻഡെക്സ് 7 ആകുമ്പോൾ അതിൻ്റെ കോയിഫിഷ്യൻസ് ഇതൊക്കെയാണ്. ഇപ്പോൾ ഇൻഡെക്സ് 7 ആകുമ്പോൾ എത്ര ടേംസ് ഉണ്ടാവും? 8 ടേംസ് ഉണ്ടായിരിക്കും അല്ലേ? എണ്ണി നോക്കിയൊക്കെ 1 2 3 4 5 6 7 8. അപ്പോൾ 8 കോയിഫിഷ്യൻസ് നമുക്ക് കിട്ടി. ഓക്കെ, ഇപ്പം നിങ്ങൾക്ക് കോയിഫിഷ്യൻസ് ഒക്കെ എഴുതാൻ കിട്ടിയെന്ന് വിശ്വസിക്കുന്നു. ഇനി നമുക്ക് ബൈനോമിയൽ തിയറം എന്താണെന്ന് നോക്കാം. ഓക്കെ, ഇത്ര നേരം നമ്മൾ എന്തൊക്കെയാണ് പഠിച്ചത്? ഫസ്റ്റ് തന്നെ ഐഡൻറ്റിറ്റീസ് പഠിച്ചു. അതിൽ നിന്ന് നമുക്ക് കുറച്ച് കാര്യങ്ങൾ ഒബ്സർവ് ചെയ്തു. അതൊക്കെ ഇവിടെ ആവശ്യം വരുന്നുണ്ട്. ഓക്കെ, പിന്നെ നമ്മൾ കോയിഫിഷ്യൻസ് എഴുതാനായിട്ട് പഠിച്ചു അല്ലേ? കോമ്പിനേഷൻ വെച്ചിട്ട് കോയിഫിഷ്യൻസ് എഴുതാനായിട്ട് പഠിച്ചു അല്ലേ? അതൊക്കെ ഇവിടെ ആവശ്യം വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്കത് മനസ്സിലായിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് സ്വന്തമായിട്ട് എക്സ്പാൻഡ് ചെയ്യാൻ പറ്റും. a+b⁴n സ്വന്തമായിട്ട് എക്സ്പാൻഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമുക്കിതൊന്ന് എക്സ്പാൻഡ് ചെയ്ത് നോക്കാം. ഫസ്റ്റ് തന്നെ ഇതിൻ്റെ കോയിഫിഷ്യൻസ് ഏതൊക്കെ വരിക എന്നുള്ളത് എഴുതാം. ഓക്കെ, അപ്പോൾ ഇവിടെ a+b⁴n ആണ്. അപ്പോൾ ഏതൊക്കെയാണ് കോയിഫിഷ്യൻസ് വരിക? NC0. ആറിൻ്റെ വാല്യൂ എപ്പോഴും 0ൻ്റെയും n-ൻ്റെയും ഇടയിലായിരിക്കണം. 0യിൽ നിന്നാണ് തുടങ്ങുക എന്നുള്ള കാര്യം തെറ്റ് ചെയ്തിട്ടാ. അപ്പോൾ NC0 എന്ന് എഴുതി, പിന്നെ കുറച്ച് സ്പേസ് വിട്ടിട്ട് NC1 എഴുതി. ഞാൻ തെറ്റിക്കാറുണ്ട്, അതുകൊണ്ട് ഞാൻ പറഞ്ഞതാണ് കേട്ടോ. അപ്പോൾ നോക്കാം, ഇനി നെക്സ്റ്റ് ചെയ്താൽ വരിക NC2 വരും, പിന്നെ കുറച്ച് സ്പേസ് വിട്ട് NC3 എഴുതാം. അങ്ങനെ നമ്മൾ NCn വരെ എഴുതണം. ഇപ്പോൾ n എന്താണെന്ന് അറിയില്ല, അതുകൊണ്ട് നമുക്ക് കുറച്ച് ഡോട്ട്സ് ഒക്കെ ഇടാം. ഓക്കെ, എന്നിട്ട് ലാസ്റ്റ് NCn എന്ന് എഴുതാം. ഓക്കെ, ഇനി എന്താ ചെയ്യേണ്ടത്? ഇവിടെ പ്ലസ് ആണ്. അപ്പോൾ ഇവിടെ ഇടയിലൊക്കെ ഇതിൻ്റെ മുമ്പൊക്കെ ഒരു പ്ലസ് ഇട്ട് കൊടുക്കാം. ഓക്കെ, ഇനി നമുക്ക് ടേംസ് എഴുതാൻ നോക്കാം. അപ്പോൾ ഇവിടെ A ആണ് ഫസ്റ്റ് കിടക്കുന്നത് അല്ലേ? അപ്പോൾ ഇവിടെ നമ്മൾ A എഴുതും. ഏതാണോ ഇൻഡെക്സ് അതായിരിക്കും Aയുടെ പവർ. ഓക്കെ, പിന്നെ നമ്മൾ എന്താ പഠിച്ചത്? ഈ Aയുടെ പവർ കുറഞ്ഞാണ് ബാക്കിയുള്ള സക്സസീവ് ടേംസിൽ എഴുതേണ്ടതെന്ന് പഠിച്ചു. ഇപ്പോൾ ഇവിടെ A⁻n വെച്ചിട്ടുണ്ടെങ്കിൽ സെക്കൻഡ് ടേമിൽ എന്തായിരിക്കും? A⁻n−1. ഓക്കെ, ഇവിടെ എന്തായിരിക്കും? A⁻n−2. ഇവിടെ എന്തായിരിക്കും? A⁻n−3. ഇവിടെ ലാസ്റ്റ് ടേം എന്തായിരിക്കും? A ലാസ്റ്റ് ഉണ്ടാവില്ല, അങ്ങനെയല്ലേ നോക്കിയിട്ടുണ്ടായിരുന്നേ? അപ്പോൾ ഇവിടെ A⁻n−n ആണ് വരിക. ദാറ്റ് ഈസ് ഈക്വൽ ടു 0. A⁻0 എന്ന് പറഞ്ഞത് 1 ആണ്. ഓക്കെ, ഇനി എന്താ നമ്മൾ ബിയുടെ കേസ് പഠിച്ചത്? ബി എന്ന് പറഞ്ഞത് ഫസ്റ്റ് ടേമിൽ ഉണ്ടാവാറില്ല. ബി എപ്പോഴും സെക്കൻഡ് ടേമിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യാറുള്ളത്. ആൻഡ് ബീൻ്റെ പവറിൻ്റെ കേസ് എന്താ പഠിച്ചിട്ടുണ്ടായിരുന്നത്? ഓരോ ടേംസ് കഴിയും തോറും ബിയുടെ പവർ കൂടിയിട്ടാണ് വരുന്നത്. അപ്പോൾ ഇവിടെ ബി എഴുതും, ഇവിടെ എത്തുമ്പോൾ B² ആവും, ഇവിടെ എത്തുമ്പോൾ B³ ആവും. അങ്ങനെ ലാസ്റ്റ് എത്തുമ്പോൾ B⁻n ആയി മാറും. ആൻഡ് ഇതാണ് ബൈനോമിയൽ എക്സ്പാൻഷൻ. ഓക്കെ, ഇത് നിങ്ങൾ സ്വന്തമായിട്ടല്ലേ എഴുതിയത്? ഓക്കെ, എക്സെട്ര ഉണ്ട് കേട്ടോ. എക്സെട്ര പ്ലസ് NCn B⁻n. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് കുറച്ച് കാര്യങ്ങളും കൂടി ഒബ്സർവ് ചെയ്തെടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടി ഈസി ആയി മാറും. അപ്പോൾ Aയുടെ പവർ നോക്കിയേ, Aയുടെ പവർ n ആണ് അല്ലേ? അപ്പോൾ നോക്കിയേ, n-0 ചെയ്ത് കഴിഞ്ഞാൽ n കിട്ടും. ഇവിടെ A⁻n കിട്ടി. ഇനി ഈ ടേമിൻ്റെ Aൻ്റെ പവർ എന്താണ്? n-1 ആണ്. നോക്കിയേ, n-ൽ നിന്ന് ഒന്ന് മൈനസ് ചെയ്തപ്പോൾ n-1 ആയി. ഇനി ഈ ടേം നോക്കാം. ഇവിടെ A⁻n−2. അപ്പോൾ ഇവിടെ n-2 ചെയ്താൽ മതി. ഇവിടെ n ആണ്, 2 ആണ്. n-2 ചെയ്തതാണ് ഇവിടെ കിട്ടിയത്. ഇവിടെയോ n-3 ആണ്. അതെങ്ങനെ കിട്ടിയത്? ഈ n-3. ഇവിടെയോ? ഇവിടെ നോക്കാൻ വെച്ചാൽ എനെ കാണാനില്ല. അപ്പോൾ എന്താ സംഭവിച്ചത്? A⁻n−n ആണ് ഇവിടെ സംഭവിച്ചത്. n-n എന്താണ്? 0. A⁻0 എന്താണ്? 1. ഓക്കെ, അപ്പോൾ Aയുടെ പവറിൻ്റെ കാര്യം ഇങ്ങനെ നമ്മൾ ഒബ്സർവ് ചെയ്തെടുത്തു.
ഇനി ബിയുടെ കാര്യം നോക്കാം. ബിയുടെ പവർ നോക്കിയേ, ഇവിടെ 0 ആണ്. അപ്പോൾ ഇവിടെ ബി ഉണ്ടെങ്കിൽ ബിയുടെ പവർ എന്തായിരിക്കും? 0 ആയിരിക്കും. ബി റേസ് ടു 0 1 ആണല്ലോ. ഓക്കെ, ഇനി ഇവിടെ നോക്കി ആർ എന്ന് പറയുന്നത് 1 ആണ്, ബിയുടെ പവറും 1 ആണ്. ഓക്കെ, അപ്പോൾ ആറും ബിയുടെ പവറും തമ്മിലുള്ള റിലേഷൻ നിങ്ങൾക്ക് പിടികിട്ടിയിട്ടുണ്ടാവും. ഇവിടെ നോക്കിയേ, ആർ 2 ആണ്. ഇവിടെ ബി സ്ക്വയർ ആണ്, ബിയുടെ പവർ 2 ആണ്. ഇവിടെ ആർ 3 ആണ്, ബിയുടെ പവറും 3 ആണ്. ഇവിടെ ആർ എന്ന് പറയുന്നത് n ആണ്, ബിയുടെ പവറും n ആണ്. ഓക്കെ, ഇതാണ് അപ്പോൾ നമ്മുടെ വേറൊരു ഒബ്സർവേഷൻ. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ബൈനോമിയൽ തിയറം. അപ്പോൾ മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഇതും ചോദിക്കാറുണ്ട്, 1 മാർക്കിന് എക്സ്പാൻഡ് ചെയ്യാനായിട്ട് ചോദിക്കാറുണ്ട്. ഓക്കെ, ഇനി ബൈനോമിയൽ തിയറം വലിയൊരു എക്സ്പ്രഷനാണല്ലോ. അപ്പോൾ ഇതിനെ ഒന്ന് ഷോർട്ട് ആക്കിയിട്ട് എങ്ങനെ എഴുതാമെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ ഇവിടെയൊക്കെ ആഡ് ചെയ്തിട്ടാണ് പോകുന്നത്. അപ്പോൾ നമ്മൾ ഉപയോഗിക്കുക സമ്മേഷനാണ്. ഇത് സിഗ്മ എന്നാണ് പറയുക. നിങ്ങൾക്ക് ചിലപ്പോൾ അറിയുണ്ടാവും. ഓക്കെ, സിഗ്മ ഇട്ടു. പിന്നെ ഇവിടെ നോക്കുമ്പോൾ ഒക്കെ കോമ്പിനേഷനാണ് ഇവിടെ വന്നിട്ടുള്ളത് അല്ലേ. അപ്പോൾ നമ്മളത് എഴുതാം NCR, അങ്ങനെയല്ലേ കോമ്പിനേഷൻ എഴുതാം. പിന്നെ A ഉണ്ട് അല്ലേ. അപ്പോൾ A റേസ് ടു ഇവിടെ എന്തായിരിക്കും ഞാൻ പറഞ്ഞ ഒരു ഒബ്സർവേഷൻ എന്തായിരുന്നു? n-r ഇവിടെ ചെയ്ത് കഴിഞ്ഞാൽ എയുടെ പവർ കിട്ടും. A റേസ് ടു n-r ഇൻറ്റു ബി റേസ് ടു എന്തായിരിക്കും? ഇവിടെ r എന്താണോ ബിയുടെ പവർ അല്ലേ. അപ്പോൾ ബി റേസ് ടു r. അപ്പോൾ ഇത് കിട്ടി. ഈ r എപ്പോഴും എവിടെ നിന്ന് 0 തൊട്ട് n വരെ വേരി ചെയ്യും അല്ലേ. അപ്പോൾ ഇവിടെ നമ്മൾ r = 0 to n എന്ന് എഴുതണം. അപ്പോൾ ബൈനോമിയൽ തിയറത്തിന് എങ്ങനെയാണ് നമ്മൾ നൊട്ടേറ്റ് ചെയ്യുക? സിഗ്മ r = 0 to n NCR A റേസ് ടു n-r B റേസ് ടു r. ഇതൊക്കെ എന്താണെന്ന് മനസ്സിലായിട്ടുണ്ടല്ലോ. A റേസ് ടു n-2 ഈ പവർ എങ്ങനെ കിട്ടിയാൽ ഈ n-2 ചെയ്താൽ മതി. ഓക്കെ, പിന്നെ ഇവിടെ നോക്കിയാൽ ഇവിടെ എങ്ങനെ n-1 വന്ന് എയുടെ പവർ ജസ്റ്റ് ഈ n-1 ചെയ്ത് കഴിഞ്ഞാൽ ഇവിടുത്തെ പവർ കിട്ടും. B റേസ് ടു r എന്ന് പറഞ്ഞില്ലേ. അപ്പോൾ നോക്കിയാൽ ഇവിടെ 2 ആണെന്നുണ്ടെങ്കിൽ ബിയുടെ പവറും 2 ആയിരിക്കും. ഇവിടെ 1 ആണെന്നുണ്ടെങ്കിൽ ബിയുടെ പവർ എന്തായിരിക്കും? 1 ആയിരിക്കും. ഓക്കെ, ഇവിടെ n ആണ്, അപ്പോൾ ബിയുടെ പവർ ഇവിടെ n ആണ്. ഓക്കെ, അപ്പോൾ ഇത് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഇനി നമുക്ക് 8.1 ആണ് ചെയ്യാനുള്ളത്. അപ്പോൾ ഇതുവരെയുള്ള കോൺസെപ്റ്റൊക്കെ നന്നായി മനസ്സിലാക്കിയെടുക്കാം. ഓക്കെ.